നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സർക്കാരിന്റെ നെറികേട് പുറത്തായിരിക്കുകയാണ്. അയ്യന്റെ മുതൽ കൈയിട്ട് വാരിയിട്ട് ആ വാരൽ നാട്ടുകാർ അറിയാതിരിക്കാൻ പഠിച്ച പണി 18 നോക്കി. എന്നിട്ടും ആരൊക്കെ കണ്ടില്ലെങ്കിലും അയ്യനെല്ലാം കണ്ടു. അതോടെ പണി പടിപ്പടിയായി കിട്ടിത്തുടങ്ങി. ഇതോടെ ശബരിമല കേസിൽ സർക്കാർ ഇനി കാണിക്കാൻ പണികളൊന്നുമില്ല എന്ന് തന്നെ പറയാം. ഇപ്പോ അതാ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ എല്ലാ കുറ്റവും തന്ത്രിക്കും മേൽ ചാരി SIT തയ്യാറാക്കിയ അന്തിമ റിപ്പോർട്ടിന്റെ കരട് പൊളിഞ്ഞിരിക്കുകയാണ്. തെളിവിന്റെ കണിക പോലും ഇല്ലാത്തതിനാൽ തന്ത്രി കണ്ഠരർ രാജീവർക്ക് കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചതാണ് കാരണം. എങ്കിലും ഏതു വിധേനയും തന്ത്രിയെ പ്രധാന പ്രതിസ്ഥാനത്ത് നിർത്താൻ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് SIT. ശബരിമലയിൽ കൊള്ള നടത്തുകയെന്ന ലക്ഷ്യത്തോടെ പോറ്റിയെ സന്നിധാനത്ത് കയറ്റിയത് തന്ത്രിയാണെന്നും SIT അന്തിമ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. അങ്ങനെ ഒന്നും രണ്ടും പ്രതിസ്ഥാനത്ത് പോറ്റിയും തന്ത്രിയുമാകും ദേവസ്വം ബോർഡ് മുരാരി ബാബു, D സുധീഷ് കുമാറും N വാസുവും അടക്കമുള്ള ഉദ്യോഗസ്ഥരും തുടർന്നുള്ള പ്രതികളാകും. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധനെ മാപ്പ് സാക്ഷിയാക്കും. സ്മാർട്ട് ക്രിയേഷൻ CEO പ്രതിയാക്കും. തന്ത്രിക്ക് കോടതി ജാമ്യം നൽകിയതോടെ തട്ടിക്കൂട്ട് റിപ്പോർട്ടുണ്ടാക്കി കോടതിയിൽ സമർപ്പിച്ച് തടയൂരാനാണ് SITയുടെ ശ്രമം. ബംഗളൂരുവിലെ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്ന പോറ്റിയെ ശബരിമല ഉൾക്കഴകമായി നിർമ്മിക്കാൻ ശുപാർശ ചെയ്തത് തന്ത്രിയാണ് എന്ന് SIT കോടതിയിൽ വ്യക്തമാക്കി. തുടർന്ന് കൊള്ളയ്ക്ക് തന്ത്രി കളമൊരുക്കിയെന്നും തുടർന്നാണ് പോറ്റി ബോർഡിനെയും ഉദ്യോഗസ്ഥരെയും ഉപകാരങ്ങൾ നൽകിയെന്നും വിദേശയാത്രകൾ തരപ്പെടുത്തിയതെന്നും വരച്ച വരയിൽ നിർത്തിയതെന്നും വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. കരട് കുറ്റപത്രത്തിൽ ഇതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോറ്റിയുടെ എല്ലാ കുറ്റങ്ങൾക്കും തന്ത്രിയുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നാണ് SIT വാദം. കൊള്ളയിൽ തന്ത്രിയുടെ പങ്ക് സൂചിപ്പിക്കുന്ന തെളിവൊന്നും ലഭ്യമല്ലായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊള്ളയ്ക്ക് പിന്നിലുള്ള CPM നേതാക്കളുടെ പങ്കും മറയ്ക്കാനാണ്. തുടക്കം മുതൽ കേസ് അന്വേഷണത്തെക്കുറിച്ച് ദേവസ്വം ബെഞ്ചിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ് SIT ശ്രമിച്ചത്. തന്ത്രിക്കെതിരെ ശക്തമായ തെളിവുകൾ ഉണ്ട് എന്നും അവ പുറത്തുവിടാൻ ഇപ്പോൾ കഴിയില്ല എന്നുമാണ് ഹൈക്കോടതിയിൽ SIT പറഞ്ഞു വെച്ചത്. എന്നാൽ കൊല്ലം വിജിലൻസ് കോടതിക്ക് മുന്നിൽ തന്ത്രിയുടെ ജാമ്യ ഹർജി എത്തിയപ്പോൾ ഒരു തെളിവ് പോലും നിരത്താൻ SITക്ക് കഴിഞ്ഞതുമില്ല. ദൈവതുല്യരായി കരുതുന്ന ചിലർ ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്ന പ്രധാന പ്രതിയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ A പത്മകുമാറിന്റെ മൊഴിയാണ് SIT പറയുന്ന തെളിവ്. ഇത് വ്യക്തമാക്കാൻ 2015-16 ശബരിമല മേൽശാന്തിയായിരുന്ന തിരുവല്ല സ്വദേശി SE ശങ്കരൻ നമ്പൂതിരിയുടെ കത്തും SIT കരുതിയിരുന്നു. പക്ഷെ ഇതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ലാതായി.